പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ വേദയുടെയും വിക്രമിന്റെയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിക്രമിന്റെ അച്ഛൻ അരവിന്ദിന്റെ അടുത്ത് ഇതൊക്കെ കേട്ടുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന സമയത്താണ് അവിടേക്ക് ആമി വരുന്നത്. ഒരു സിനിമാ കഥ പോലെയുണ്ട് ഇതെല്ലാം കേൾക്കാൻ വേണ്ടി. അതെ, സിനിമയെക്കാളും വെല്ലുന്ന കഥയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാ അവൻ ജയിലിലേക്കും വേദയെ കാണാൻ മറയത്ത് എവിടേക്കോ പോയതും. നമ്മുടെ കുടുംബം തന്നെ ഒരു ചന്ന ഭിന്നമാവാൻ്റെ കാരണമായതും കുറെ കാര്യങ്ങൾ ഇതിനിടയിലുണ്ട്. അതിന് എൻ്റെ മക്കളായ വിനായകനും ഒരു കാരണം തന്നെയാ. പക്ഷേ വിശ്വമാനാണെങ്കിൽ പാവാ. വിശ്വം എന്ത് പറഞ്ഞാലും കേൾക്കും. അവന്റെ ബിസിനസ് നോക്കി അവൻ വീണ്ടും കാര്യങ്ങൾ നോക്കി പോകുന്നുണ്ട്. പക്ഷേ വിനായകൻ അങ്ങനെയല്ല. ആരെ തന്നെ ആയിരുന്നാലും വിറ്റ് പൈസ ഉണ്ടാക്കുന്നതാ അവന്റെ ഒരു രീതി. അതുപോലെ തന്നെയാ നമ്മുടെ കുടുംബത്തെയും അവൻ വിറ്റ് പറക്കിയത്. എനിക്കത് ആലോചിക്കാൻ പോലും കഴിയില്ല. എന്നാൽ അവരൊന്നും ഇങ്ങോട്ട് വന്നില്ലല്ലോ എന്നൊക്കെ അരവിന്ദ് ചോദിക്കുന്നുണ്ട്. അത് വരും. ഇപ്പൊ നമ്മുടെ കയ്യിലൊന്നും ഇല്ലല്ലോ. എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയും എന്തെങ്കിലും കാര്യസാധീകരണത്തിന് മാത്രമേ എത്തുകയുള്ളൂ. പിന്നെ വിശ്വമാണെങ്കിൽ ഒരു കാര്യമുണ്ട്. അവന് ജോലിയും കാര്യങ്ങളൊക്കെ ഇട്ട് രണ്ടുപേരും കൂടെ കുടുംബം പുലർത്തിക്കൊണ്ട് പോണ്ടേ. അതുകൊണ്ട് അവൻ അതിന്റെ തിരക്കിൽ നടക്കുന്നതാ. പക്ഷേ വിനായകനാണെങ്കിൽ ഏത് സമയത്തും വരാം. അവന്റെ ജോലിയും അങ്ങനെയാ. അവൻ വിചാരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ആമിക്ക് വിക്രം വരുന്നുണ്ട്. വിക്രം വരുന്ന സമയത്ത് ആമി പറയുന്നുണ്ട്, എന്തായാലും എന്നെ രാവിലെ വന്ന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിനൊക്കെ വളരെ നന്ദിയുണ്ട്. അത് എനിക്ക് ഇന്ന് അവിടെ സാറ് എന്നെ പോവാൻ പറഞ്ഞിരുന്നതാ. ഞാൻ അവിടുന്ന് വെളുപ്പിനെ ഇറങ്ങിയതാ. ഞാൻ അവിടുന്ന് എഴുന്നേറ്റ സമയത്ത് തന്നെയാ ആരും എഴുന്നേക്കാത്തോണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നെ തിരക്കുന്നുണ്ടായിരിക്കും. ഈ ജോലി തന്നെ പോകുമെന്നും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഉടനെ തന്നെ തരുൺ വിളിക്കുന്നുണ്ട്. എന്താ, നീയാണെങ്കിൽ ആർക്കും പറയാതെയാണല്ലോ അവിടെ നിന്ന് പോയത്. അത് ഞാൻ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ വെളുപ്പിനാ ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾ കൂടെ താമസിക്കുന്ന ആ കുട്ടിക്ക് സുഖമില്ലാതായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് തന്നെ അവിടെ ബഹളം വയ്ക്കുന്നുണ്ട് ഗൗരി. ഇനിയും എന്നെ പേടിച്ചായിരിക്കും ഈ വീട്ടിൽ നിന്ന് പോയത് തന്നെ ആ ഷൺമുഖൻ എന്നൊക്കെ അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് ഗൗരിക്കുട്ടി. ആ സമയത്ത് വേദ വിളിക്കുന്നുണ്ട്. വേദ വിളിച്ചപ്പോഴത്തേക്ക് പറയുക, കുട്ടി നോക്കാനല്ലേ അവിടെ ആളെ വേണ്ടത്. പിന്നെ അയാളുടെ തോന്നിവാസത്തിന് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ വേണ്ടിയാണെങ്കിൽ എന്തിനാ ആളെ നിർത്തിയിരിക്കുന്നത്? ഞാൻ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും ഓണം കഴിഞ്ഞാൽ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ അമ്മ പറയുക, നീ ഇതൊന്നും തീരുമാനം എടുക്കുകയൊന്നും വേണ്ട. അവളെ ഒരു സുരക്ഷിതയ്ക്ക് വേണ്ടി നമ്മൾ ഏർപ്പാട് ചെയ്തതാ. അവന്റെ പാവമാ. പക്ഷേ എന്തെങ്കിലും അത്യാവശ്യം കാണും, അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വിക്രം താമസിക്കുന്ന ഒരു ടെന്റ് പോലത്തെ ഒരു സാധനം അവർ രണ്ടുപേരും കൂടെ പൊളിച്ചടുക്കുകയാണ്. ഒരു കുട്ടി ഷീലയെ കൂടെ വിളിച്ചിട്ടാ അത് ഇളക്കുന്നത്. ആ സമയത്ത് പറയുക, ഇനി ഇവിടേക്ക് വരില്ല, ഞാൻ ഓടിച്ചു വിട്ടു, എനിക്കിഷ്ടമില്ല അയാളെ എന്നൊക്കെ ഗൗരിക്കുട്ടി പറയുന്ന കേട്ടിട്ട് ഉടനെ തന്നെ തരുൺ പറയുക, ഞാൻ വിളിച്ചായിരുന്നു അവന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇനി വരെയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഇനി മിണ്ടാതെ മോള് നിന്നോണ്ണ എന്നൊക്കെ പറയുന്നുണ്ട്. കൂടുതൽ തമാശയൊന്നും ആ അങ്കിന്റെ അടുത്ത് കാണിക്കണ്ട. മോളെ നോക്കാനാ വന്നത്. നമ്മൾ ആരെയും ശല്യം ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ തരുണ ഫോൺ വാങ്ങിച്ച് പറയുന്നുണ്ട് ഗൗരിയുടെ അടുത്ത്. അങ്ങനെ ആ കുറച്ചു നേരം ആയപ്പോഴത്തേക്കും ഉടനെ തന്നെ എത്തുന്നുണ്ട് വിക്രം. അച്ഛൻ വിളിച്ചു അല്ലേ? വിളിച്ച് കുറെ വഴക്ക് പറഞ്ഞെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്. ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ ഇയാളെ പിരിച്ചു വിടുമെന്ന്. എനിക്ക് ഇയാളെ ഇഷ്ടമില്ല. ഇയാൾ കിടക്കുന്ന സ്ഥലം വരെ ഞാൻ പൊളിച്ചടുക്കി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കൊള്ളാലോ, അതെന്തായാലും കെട്ടാളതേ ഉള്ളൂ, അത് ഞാൻ ശരിയാക്കിക്കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഷീല പറയുക, ഇവിടെ കുട്ടിയെ നോക്കാൻ വന്ന ആള് ഇവിടെ കാണാത്തത് കൊണ്ട് ഞാൻ ചായ പോലും ഇട്ടാതെ ഇരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവർക്കും ചായ കുടിച്ചു, പിന്നെ എനിക്ക് എന്താ സ്പെഷ്യലായിട്ട്? എന്നാലും ഇയാൾക്ക് ഞാൻ പ്രത്യേകം ചായയൊക്കെ ഇടുന്നത് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ഗൗരിക്കുട്ടിക്ക് ചിരി വരുന്നുണ്ട്. അപ്പം എനിക്ക് പാലും ഇയാൾക്ക് ചായ സ്പെഷ്യലാണല്ലേ, ഞാൻ അച്ഛൻ വരുമ്പോ പറഞ്ഞു കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും ഉടനെ തന്നെ തരുണിന്റെ അമ്മ വരുന്നുണ്ട് പുറത്തേക്ക്. എന്നിട്ട് പറയുക, ഞാനാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെ കുട്ടിയെ നോക്കാൻ വേണ്ടി വന്നതാ. എന്തായാലും ഫുൾ സമയം വേണമെന്നാ പറഞ്ഞേ. ഇനി അവരാണെങ്കിൽ ഇപ്പോ വരാൻ ദിവസമായി, അവധിയല്ലേ, അപ്പോഴത്തേക്കും പറ്റുള്ളൂ. അതുവരെയെങ്കിലും കുട്ടിയുടെ അടുത്ത് തന്നെ ഉണ്ടാവണം. അത് നമ്മുടെ ഒരു ആഗ്രഹം. അന്ന് പുറത്തേക്ക് പോയപ്പോൾ കണ്ടല്ലോ അന്ന് സംഭവിച്ചത്. ഇനി സംഭവിക്കാതിരിക്കില്ല. പക്ഷെ അവർക്ക് നേരെയല്ല ആക്രമണം. കുട്ടിയെ അവർ ഉന്നം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിക്കണം എന്നൊക്കെ തരുണിന്റെ അമ്മ പറയുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഉടനെ തന്നെ വിക്രമിന്റെ ഫോണിലോട്ട് ആൻഡ്രൂ സാറ് വിളിക്കുന്നുണ്ട്. ഞാൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞു. നീ ഈ വീട്ടിൽ നിന്ന് എവിടെ പോയതാ?
അങ്ങനെ പറയുക. വെളുപ്പിനെ ഞാൻ പോയതാ, ഇവരാരും എഴുന്നേറ്റില്ലതുകൊണ്ടാ ഞാൻ പറയാതെ പോയത്. അതെവിടെയായിരുന്നാലും ജോലിക്ക് നിന്നാൽ ആ ഒരു ജോലി കറക്റ്റായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ പറഞ്ഞിട്ട് പോണം. അതല്ലേ മര്യാദ. നല്ല ജീവിതത്തിന് വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അത് പക്ഷേ നീ ആയിട്ട് താറുമാറാക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആൻഡ്രു സാറ് വിഷമം പറയുന്നുണ്ട് വിക്രമിനടുത്ത്. ഇനി അങ്ങനെ ഉണ്ടാകില്ല, ഞാനിനി കറക്റ്റായിട്ട് എന്റെ ജോലി ചെയ്തോളാം എന്നൊക്കെ ആൻഡ്രു സാറിനടുത്ത് ഉറപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വിക്രമാണെങ്കിൽ ഗൗരിക്കുട്ടിയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കഥകളും അതുപോലെ തന്നെ പാട്ടുകളും പാടിക്കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഗൗരിക്കുട്ടി പറയുക, എനിക്ക് ഒരു കാര്യമുണ്ട്, നല്ല കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കും, പക്ഷെ എനിക്ക് ഷൺമുഖനെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതെന്താ? എന്നെ ഉപദ്രവിക്കുമെന്ന് എനിക്കൊരു പേടി. കഥയിലെ രാജാവ് ഉപദ്രവം കാണുമല്ലോ, അതുകൊണ്ടാ എന്നൊക്കെ പറയുന്ന കേട്ട് വിക്രം ചിരിക്കുന്നുണ്ട്. അങ്ങനെ വിക്രം പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അച്ഛനും അമ്മയും വരാൻ ദിവസമായല്ലോ, ഞാൻ ഇനി പോയി കഴിഞ്ഞാൽ ഇനി 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. അതുകൊണ്ട് മോക്ക് വിഷമമുണ്ടോ? എനിക്ക് ഒട്ടും വിഷമമില്ല, എന്റെ അച്ഛനും അമ്മയിലെ വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ചിരിച്ചുകൊണ്ട് വിക്രമാണെങ്കിൽ വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് തന്നെയാ അവിടേക്ക് വൈകുന്നേരം എത്തുന്നുണ്ട്. ആദ്യം വേദ എത്തുന്നുണ്ട്. രാത്രിയിൽ വന്ന് മോളുടെ കെട്ടിപ്പിടിച്ച് സന്തോഷങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാ വിശേഷങ്ങളും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ആഹാരം വാരി കൊടുത്ത് പറയുക, എന്തായാലും ആഹാരം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാ, പക്ഷെ ഒരു കാര്യമുണ്ട് മോളെ, ആ ഷൺമുഖൻ ഉണ്ടെന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല നടക്കുന്നു. ആ സമയത്ത് വേദ ചോദിക്കുന്നുണ്ട്, ഇപ്പം അവള് വിളിക്കും പോലെ അയാളെ അമ്മ ഷൺമുഖനാണോ വിളിക്കുന്നത്? എനിക്കങ്ങനെ വന്നു പോവും, എവിടെ വിളി കേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു പേടിയുണ്ട്. ഭക്ഷണമൊക്കെ കഴിക്കും, മോള് വരുമ്പോഴാ ഈ ഒരു ഓട്ടവും കളിയൊക്കെ, അത് ശീലിപ്പിച്ചിട്ടാ ഇങ്ങനെയൊക്കെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഗൗരി മാറി നിന്നപ്പോഴത്തേക്കും ഉടനെ തന്നെ വേദ പറയുന്നുണ്ട്, അവളെ അച്ഛനും ഈ സ്വഭാവം തന്നെയാ, ഞാനിതിലെ വാരിക്കൊടുത്തോണ്ട് നടക്കും. അതൊരു വല്ലാത്തൊരു ദിവസങ്ങളായിരുന്നു. അത് മാത്രമല്ല ചിന്തിക്കാനും ആ വീട്ടിലെ അന്തരീക്ഷവും അതൊരു വല്ലാത്ത ഒരു രസമായിരുന്നു പണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് വിഷമം വരുന്നുണ്ട്. മോളുടെ ഓരോരോ രീതി കാണുമ്പോൾ എനിക്ക് വിക്രമിനെ ഓർമ്മ വരുന്നത് എന്നൊക്കെ അമ്മയോട് പറയുന്നുണ്ട്. ആ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉടനെ തന്നെ അവിടേക്ക് തരുണും വരുന്നുണ്ട്. അച്ഛൻ വരുന്നതെന്ന് പറഞ്ഞ് ഓടി മുറ്റത്തേക്ക് ഓടുന്നുണ്ട്. ആ സമയത്ത് പറയുക, ഞാൻ വന്ന് അകത്തേക്ക് വരുമല്ലോ, മോൾ എന്തിനാ ഓടുന്നത്? ഇനി ഒറ്റയ്ക്കൊന്നും പുറത്തേക്കൊന്നും വരരുത്, ഇന്ന് ഷൺമുഖനൊന്നും ഇല്ല, പുറത്താരും ഇല്ല, ഞാനാണെങ്കിൽ വന്നകത്ത് ഞാൻ വന്നോളും കേട്ടോ എന്നൊക്കെ മോളെടുത്ത് തരുണ പറയുന്നുണ്ട്. അത്രയ്ക്ക് വേണോ എന്നൊക്കെ ചോദിക്കുക. അമ്മ, നിന്റെ അടുത്ത് ഇഷ്ടം കൊണ്ടല്ലേ അവൾ ഓടി വരുന്നത്? അതൊക്കെ ശരിയാ, നമുക്ക് അവളുടെ സുരക്ഷിതല്ലേ അമ്മയെ വലുത്, ഞാൻ വീട്ടിലേക്കല്ലേ വരുന്നത്. ഇതൊക്കെ ആദ്യമേ ഇവളെ പറഞ്ഞ് മനസ്സിലാക്കണം. എത്രയായിരുന്നാലും നമുക്ക് പല പാഠങ്ങൾ ആയിട്ടുണ്ട്, ഇനിയും നമ്മളതിന് വഴിയൊരുക്കാൻ പാടില്ല. ചെറിയൊരു കാര്യമായിരുന്നാലും അത് അശ്രദ്ധ കൊണ്ട് സംഭവിച്ചിരുന്നാലും പിന്നെ നമ്മളത് ദുഃഖിക്കേണ്ടി വരരുതല്ലോ എന്നൊക്കെ തരുണ് പറയുന്നുണ്ട് അമ്മയുടെ അടുത്ത്. അങ്ങനെ വേദയും തരുണും അതുപോലെ തന്നെ ഗൗരിയും എല്ലാവരും കൂടെ ഇരിക്കുന്ന സമയത്ത് വിക്രമിനെ കുറിച്ച് കുട്ടി പറയുന്നുണ്ട് ഓരോരോ കാര്യങ്ങൾ. നല്ലതുകൊണ്ട്, പക്ഷെ അയാൾ പാവമെന്ന് തരുണിന്റെ അമ്മ പറയുന്നു. എന്നാൽ പാവമൊന്നുമല്ല, എന്നെയാണെങ്കിൽ ഉപദ്രവിക്കാൻ വരുന്ന എനിക്ക് പേടിയാ, അതുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും അയാൾ പറയുന്ന അനുസരിക്കുന്നത്. ചില സമയത്ത് എനിക്ക് ഇഷ്ടമൊക്കെ തോന്നാറുണ്ട്, കഥകളൊക്കെ പറഞ്ഞു തരാറുമുണ്ട്, പക്ഷെ എനിക്ക് ആരും ബോഡി ഗാർഡ് ആവശ്യമില്ല അമ്മേ എന്നൊക്കെ വേദിയെടുത്ത് പറയുന്നുണ്ട്. എന്നെ കുട്ടികളെല്ലാവരും കളിയാക്കുന്നു, എന്റെ ബേക്കിൽ നിന്ന് ആള് നടക്കുവാന്നൊക്കെ പറഞ്ഞിട്ട്. അവര് കണ്ടില്ലേ സ്വാതന്ത്ര്യത്തോടെ വരുന്നത്, എനിക്കൊരു സ്വാതന്ത്ര്യം ഇല്ല ആ സ്കൂളിൽ തന്നെ. അന്നെന്താ, മോള് നല്ല കാര്യമില്ലേ, മോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴത്തേക്ക് മോളെ കാര്യങ്ങൾ നോക്കാൻ പ്രത്യേകിച്ച് ഒരാള്, അത് നല്ലതെന്നാ ചില കുട്ടികൾ വിചാരിക്കുക, പക്ഷെ മോക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത് എന്നൊക്കെ തരുണ് ഗൗരിയുടെ അടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവധിയായതുകൊണ്ട് തന്നെ ബീച്ചിലൊക്കെ പോവാന്ന് മോള് വഴക്കുണ്ടാക്കിയ. അങ്ങനെ എന്തായാലും മോള് പറഞ്ഞതല്ലേ, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ബീച്ചിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ കുട്ടിയാണെങ്കിൽ വെള്ളത്തിൽ കളിച്ചുകൊണ്ട് നിൽക്കുകയും രണ്ടുപേരും കൈപിടിച്ച് നടക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ചോദിക്കുന്നുണ്ട് ഗൗരിക്കുട്ടി, എല്ലാ അച്ഛനമ്മമാരും സ്കൂളിലേക്ക് കൊണ്ടുവരുമ്പോൾ വർത്തമാനം പറഞ്ഞ് ചിരിച്ച് കളിച്ചൊക്കെ വരുന്നേ, പക്ഷെ ഇത്രയും കാലമായിട്ടും ഞാൻ കണ്ട നാള് മുതൽ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഞാൻ ചിരിക്കുന്നത് പോലും കണ്ടിട്ടില്ല, അതെന്താ നിങ്ങൾ തമ്മിൽ പിണക്കമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടത് രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്, തരുണും വേദയും. ആ സമയത്ത് തന്നെയാണ് ഉടനെ തന്നെ പറയുന്നുണ്ട്, അത് മോക്ക് തോന്നുന്ന ഞങ്ങൾ സംസാരിക്കുന്നത് ഇല്ലാത്തതുകൊണ്ടാണോ നമ്മള് വിളിച്ചുകൊണ്ടൊക്കെ വരുന്നതും ഇത് കാണാൻ കൊണ്ടുവന്നതും? ഇല്ല, എന്തോ ഒരു വ്യത്യാസമുണ്ട്, അതെനിക്കറിയാം. രണ്ടുപേരും പിണക്കോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതോ പോലീസ് ആയതുകൊണ്ട് ആരും മിണ്ടാറില്ലേ? എനിക്കൊന്നും മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ഇത് രാവിലെ തന്നെ തരുണ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്,
ഗൗരിക്കുട്ടി ഇങ്ങനെയൊക്കെ ചോദിച്ചത്? അവളെ ആ ചെറിയ മനസ്സിൽ തോന്നിയ കാര്യങ്ങളല്ലേ ചോദിച്ചത്? നിങ്ങളെപ്പോഴും ഗൗരവത്തിലും അത് മാത്രമല്ല ഒരു കാര്യങ്ങളും മിണ്ടാറുമില്ലല്ലോ, അതൊക്കെ കുട്ടി ശ്രദ്ധിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഇറങ്ങാൻ നേരത്ത് ആദ്യം പറയുന്നുണ്ട്, ആദ്യം അവനെ വിളിക്കാം, വന്നിട്ട് ഒരുമിച്ച് സ്കൂളിൽ കൊണ്ട് വിടട്ടെ. ഷൺമോഹനല്ലേ നിന്റെ എന്നൊക്കെ ഗൗരിയുടെ അടുത്ത് പറയുന്നുണ്ട്. വേണ്ട, എന്നെ ഇന്ന് നിങ്ങൾ രണ്ടുപേരും കൂടെ കൊണ്ടുവിട്ടാൽ മതി, എന്നിട്ട് അതുവഴി രണ്ടുപേരും ജോലിക്ക് പോ എന്നൊക്കെ നിർബന്ധം പിടിക്കുന്നുണ്ട്. അങ്ങനെ വിക്രമിനെ വിളിച്ചപ്പോഴത്തേക്കും ഉടനെ തന്നെ വിക്രമിന്റെ വീട്ടിലേക്ക് അവിടെ കുറെ അതിഥികളൊക്കെ എത്തിയിട്ടുണ്ട്. വിനായകനും അതുപോലെ തന്നെ ഭാര്യ നന്ദിനിയും എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് വിക്രം വിളിച്ചപ്പോൾ പറയുന്നുണ്ട്, ചേട്ടനും ചേട്ടത്തിയൊക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ചു നേരം കഴിഞ്ഞേ ഞങ്ങളിവിടെ വരുവുള്ളൂ, അതുകൊണ്ട് ഇന്ന് സാറ് ഞാൻ സ്കൂളിൽ എത്തിക്കോളാം, എങ്ങനെയും കൊണ്ടുവിടുവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനെന്താ, ഞങ്ങൾ കൊണ്ടുവിട്ടോളാം, സ്കൂളിലേക്ക് നീ വന്നാ മതി എന്നൊക്കെ തരുണ് വിക്രമിന്റെ അടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. സ്കൂളിലേക്ക് കൊണ്ടുവിടുന്ന തരുണും വേദയുമാണ്. 2 കാറിലാണല്ലോ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, ഒരു കാറ് ഫോളോ ചെയ്ത് വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു കാറിൽ ഇവർ 3 പേരും കൂടെ പോവുക. എന്നിട്ട് കുട്ടിയെ കൊണ്ട് വിടുകയും ചെയ്യുന്നുണ്ട്. ആ സമയം വിട്ട ശേഷം അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് തരുണ്, എനിക്ക് കുറച്ച് സംസാരിക്കുന്നുണ്ട്, ഇന്നലെ പറഞ്ഞ കുറെ കാര്യങ്ങളെ കുറിച്ചാ എന്നൊക്കെ ഉടനെ തന്നെ പറയുന്നുണ്ട് വേദിയുടെ അടുത്ത്. ആദ്യം സംസാരിക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാതിൽ തന്നെ ഇവർ പോകുന്നുണ്ട്. പോയ സമയത്ത് അവളുടെ അടുത്തേക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെന്നുണ്ട്. നീ ഒരു കുട്ടിയെ നോക്കാമെന്ന ആയിയാണെന്നും എന്റെ സ്വന്തം നീ എന്നും പറയണമെന്ന് ആ മോളുടെ തന്നെ പറയും ഞാൻ. എന്തിൻ്റെ ആയിരുന്നാലും എന്റെ ഒരു അവകാശം മാത്രമേ ഉള്ളൂ നിനക്കെന്നൊക്കെ ഇപ്പോഴേ പറഞ്ഞു കൊടുത്താലേ കാര്യങ്ങളൊക്കെ കുട്ടിക്ക് മനസ്സിലാവുള്ളൂ, ഇപ്പോഴാകുമ്പോൾ കൂടുതൽ വേദനയിലോട്ട് പോവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, ഇതിനെക്കുറിച്ച് ആദ്യം തരുണ് സംസാരിക്കേണ്ടത് തരുണിന്റെ അമ്മയുടെ അടുത്തായിരിക്കും. ചെറിയ കാര്യങ്ങളെല്ലാം തരുണിന് പറഞ്ഞ് മനസ്സിലാക്കി തരും എന്നൊക്കെ വേദ പറയുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു ബുള്ളറ്റ് പാസ് ചെയ്ത് പോകുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധയോടെ നോക്കിയപ്പോഴത്തേക്കും അത് വേദയ്ക്ക് മനസ്സിലായി തന്റെ ജീവനായ വിക്രമ അത് പോകുന്നതെന്ന്. പെട്ടെന്ന് തന്നെ തരുണിനടുത്ത് കാറ് നിർത്താൻ പറയുന്നുണ്ട്. പക്ഷെ കാറ് നിർത്തിയില്ല. ആ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ വിക്രം പോകുന്നത് സ്കൂളിലേക്കാ പോകുന്നത്. ഇത് കണ്ട ഉടനെ തന്നെ വേദയ്ക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ട്. അങ്ങനെ ആ കാറിൽ നിന്ന് വേദ ഇറങ്ങിയിട്ട് വേദയുടെ കാറിൽ നിന്ന് തന്നെ ജോലിക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. തരുണ് ഇത് കണ്ട് വിഷമത്തോടെ നിൽക്കുന്നുണ്ട്. ഞാനെന്ത് കാര്യം പറയാൻ പോലും അവൾ കേൾക്കാൻ ഇപ്പോൾ സമ്മതമല്ല. ജോലിക്കാരിയായിട്ട് വന്നവളാ, ഇപ്പൊ ഒരു ജോലി കിട്ടി പഠിപ്പിച്ച് നല്ല നിലയിലാക്കിയപ്പോഴത്തേക്കും നമ്മളിപ്പം വേറെ ആരെന്നതുപോലെ അവളെ ചിന്ത അത് ഞാൻ മാറ്റിക്കൊടുക്കും എന്നൊരു ചിന്തയോടെ കാറിൽ കയറി തരുണും പോകുന്നുണ്ട്. വിക്രമിന്റെ ചേട്ടൻ അവിടെ വരികയും അതുപോലെ തന്നെ അരവിന്ദിന്റെ അടുത്ത് സംസാരിച്ച് ആ വീടും പരിസരത്തെ കുറിച്ച് കൂടുതലൊക്കെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പറയുക, ഇത് വിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ തരണം, ഞാൻ മറിച്ച് നല്ല വിലയ്ക്ക് ഞാൻ വിൽക്കും എന്നൊക്കെ പറയുന്ന കേട്ടിട്ട് അരവിന്ദിന്റെ കാര്യങ്ങൾ കേട്ടുകൊണ്ട് നിൽക്കുന്ന വിക്രമിന്റെ അച്ഛൻ പറയുന്നുണ്ട്, ഇവനെ കൂടുതൽ അടുപ്പിക്കുന്നു വേണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും വിൽക്കും, അതാ ഇവന്റെ സ്വഭാവം, നമുക്ക് അനുഭവം ഉള്ളതാ, നമ്മളെ കുറെ അനുഭവിപ്പിച്ചതാ ഇവൻ, പക്ഷെ മകനായി പോയില്ലേ, അതുകൊണ്ട് മാത്രമേ ഒന്നും മിണ്ടില്ല, അത്രയ്ക്ക് ആള് ശരിയല്ല അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പമേ ഉള്ളൂ, പൈസ അത് മാത്രമേ ഉള്ളൂ അവന്റെ ചിന്ത. ഇനി ഉദ്ദേശത്തിനാ ഇവിടെ വന്നതെന്നൊന്നും അറിയില്ല, ഓണം കഴിഞ്ഞിട്ട് വരെ ഇവിടെ നിൽക്കുമെന്നാ പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഉടനെ തന്നെ വിക്രമിനാണെങ്കിൽ ഉടനെ വിളിച്ച് പറയുന്നുണ്ട്, എടാ ഞാൻ ഇനി ഒരാഴ്ച ഇവിടെ കാണും, ഇനി നീ വന്ന ഉടനെ ഓടിയതല്ലേ, ഞാൻ വന്നതുകൊണ്ട് നിനക്ക് എന്താ അത്രയ്ക്ക് ജോലി, അതെനിക്ക് പറഞ്ഞിട്ടില്ലേ കുട്ടിയെ നോക്കാനാണെന്ന്, എന്തായാലും കൊള്ളാം കുട്ടിയെ നോക്കാനായിരുന്നാലും അതിനെക്കാട്ടും നല്ല ജോലി ഇവിടെ ഒപ്പിച്ചിട്ടാ ഞാൻ വന്നിരിക്കുന്നത്, എന്റെ കൂടെ നിന്നാ മതി, ആരെ അടിക്കാൻ പറഞ്ഞിരുന്നാലും ലക്ഷക്കണക്കിന് പൈസയാണ് നിനക്ക് കയ്യിൽ വരാൻ പോകുന്നത്, എന്നിട്ടൊരു കുട്ടിയെ നോക്കാൻ നടക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ വിക്രമിന്റെ അച്ഛൻ പറയുന്നുണ്ട്, നീ ഇത്രയും കാലം അവനെ വെച്ച് കാശുണ്ടാക്കിയത് പോരെ, ഇനിയും അവനെ നീ വീണ്ടും ജയിലിലേക്ക് ആക്കാനാണോ തിരിച്ചിങ്ങോട്ടേക്ക് വന്നത്? ആ ഒരു രീതിയൊന്നും വേണ്ട, അവൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ, അവനെ നീ വെറുതെ വിട്ടേക്കണം, നീ എന്നെ കാണാൻ വന്നെങ്കിലും ഞങ്ങളെ സന്തോഷത്തിൽ പങ്കെടുത്ത് പോകണം, അത്രയേ ഉള്ളൂ, അല്ലാതെ നമ്മളിപ്പോ ഒരു കുടുംബമായിട്ടാണ് കഴിയുന്നത്, അപ്പുറത്ത് അരവിന്ദും ആമിയും ഞങ്ങളൊക്കെ, അടുപ്പിക്കുകയൊന്നും ചെയ്യരുത്, നല്ലതായിട്ട് സഹകരണത്തോടെ പോവാൻ നോക്കണം, നിന്റെ സ്വഭാവം അങ്ങനെയാണല്ലോ, ആരെയും തമ്മില് ബന്ധവും സ്വന്തവും ഒന്നും ഇല്ലാതെ നാട്ടുകാരായിരുന്നാലും എല്ലാരും അടുപ്പിച്ച് എല്ലാവരും വരെ ഓരോ വഴിയിൽ ആക്കുക എന്നുള്ളത് നിന്റെ ഒരു സ്വഭാവമായിട്ട് മാറിയിരിക്കുന്നത് എനിക്ക് മനസ്സിലാകും, അതുകൊണ്ട് ഞാൻ പറയുന്നതാ. ഇതൊക്കെ കേട്ട ഉടനെ തന്നെ മിണ്ടാതെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് വിനായകൻ.
സമയത്ത് ഉടനെ നന്ദിനി ചോദിക്കുന്നുണ്ട്, കണ്ടോ നമ്മൾ വന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, വിശ്വം പോലും ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, പിന്നെ നമ്മൾ വന്നത് കൊണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് വിക്രമെന്ന് മനസ്സിലായി. വന്ന ഉടനെ ജോലി ആയതുകൊണ്ടായിരിക്കും പോയത്, പക്ഷെ അച്ഛനാണെങ്കിൽ കഴിഞ്ഞതൊന്നും മറക്കില്ലല്ലോ, നീ അങ്ങനെയല്ലേ അച്ഛൻ്റെ അടുത്ത് കാണിച്ചത് എന്ന് വിനായകൻ ഉടനെ തന്നെ പറയുന്നുണ്ട്. അതിന് ഞാൻ എന്താ കാണിച്ചത്, നിങ്ങളുണ്ടല്ലോ സ്വന്തം മകനല്ലേ, നിങ്ങളല്ലേ ഓരോന്ന് കാണിച്ചത്, എന്നിട്ട് എന്നെ പറയുന്നു അതും എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും വഴക്കുണ്ടാക്കുന്നുണ്ട്. ആ സമയത്ത് ഉടനെ തന്നെ മാഷി ഒന്ന് പറയുക, മതിയാക്കുക, നിങ്ങളെ വഴക്ക് കൂടാനല്ല ഞാൻ ഇവിടേക്ക് വന്നത്, ആ വീട്ടിൽ നിന്ന് എനിക്ക് സൗകര്യം നഷ്ടപ്പെട്ടിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, ഇനി ഇവിടെ എനിക്ക് സമാധാനം ഒന്നൊന്ന് വേണം. വിശ്വമിന്റെ വീട്ടിൽ പോയപ്പോഴത്തേക്കും ഇത്തിരി ഒരു സമാധാനം ഉണ്ടായിരുന്നു, ഇവിടെ വീണ്ടും ഒറ്റയ്ക്കായതുകൊണ്ടല്ലേ നീ ഇവിടെ വന്നത്, ഇനി അത് നടക്കില്ല. ഞാനാണെങ്കിൽ അത്രയും നല്ലൊരു സന്തോഷത്തിലാണ് ഇപ്പൊ ഇവിടെ കഴിഞ്ഞു പോകുന്നത്, ഇനി അതും കൂടെ കെടുത്താൻ നിൽക്കരുത് മോനെ എന്നൊക്കെ വിനായകനടുത്ത് പറയുന്നുണ്ട് വിക്രമിന്റെ അച്ഛൻ. ശ്രീകാന്ത് ദർശനെടുത്ത് പറയുന്നുണ്ട്, വേദ ഇത്രയും കാലമായിട്ട് പുറത്ത് വന്നില്ലല്ലോ, അവൻ പുറത്ത് വന്നിട്ട് പോലും എന്തോ ഇതിലെ ഒരു നിഗൂഢത എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ മനസ്സിൽ പറയുന്നത് അവളുടെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന, എങ്കിൽ എൻ്റെ സ്വത്തുക്കളെല്ലാം അങ്ങോട്ടേക്ക് പോവും, അതൊരിക്കലും അനുവദിച്ചുകൂടാ, ഇല്ലാതാക്കണം. എൻ്റെ പെങ്ങളാണെങ്കിലും കുട്ടിയായിരുന്നെങ്കിലും ശരി തന്നെയാണ്, എനിക്ക് എൻ്റെ സ്വത്തുക്കളാണ് ഏറ്റവും വലുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത്രയും കാലം ഞാൻ ചെയ്തതിന് തെറ്റാണെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല, എൻ്റെ ജയത്തിന് വേണ്ടിയേ ഞാൻ നിൽക്കുകയുള്ളൂ. പക്ഷേ അച്ഛനാണെങ്കിൽ അവൾക്ക് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, അവൾ ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാം അവളെ നിന്ന് ഞാൻ സ്വന്തമാക്കിയിരിക്കും എന്നൊക്കെ ദർശനെടുത്ത് ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. അച്ഛൻ്റെ വക്കീൽ പണി അവൾ ഏറ്റെടുത്തിരിക്കുകയില്ലേ, ഏത് രീതിയിലും എന്നെ ഇനി പൂട്ടാൻ വേണ്ടി നോക്കാൻ വേണ്ടി ഇരിക്കുകയായിരിക്കും അവളും, അതുപോലെ അവനും കൂടെ